അപ്പം നമ്മൾ ഇനി ബിജു നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് പനീർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് കാണിക്കാനാണ്. അല്ല ബിജു, പനീർ ഉണ്ടാക്കാം. നമുക്ക് പശുവുള്ളതുകൊണ്ട് നമ്മുടെ തന്നെ ഫാമിലത്തെ പാല് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാല് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലേക്കൊക്കെ കടക്കാൻ കാരണം. അപ്പൊ ചിലപ്പോ പാലിനേക്കാളും ലാഭകരം പനീർ ഉണ്ടാക്കി വിൽക്കുന്നതായിരിക്കും അല്ലെ? പനീർ ഉണ്ടാക്കി വെക്കുമ്പോ അത്ര ലാഭകരമാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വില കുറച്ച പനീർ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പനീർ നല്ല ക്വാളിറ്റി പനീർ ആവില്ല എന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷെ പനീർ ഇപ്പൊ 1 കിലോ പനീറിന്റെ വിലയും നമ്മൾ ഉണ്ടാക്കി നല്ല പ്യൂർ ആയിട്ടുള്ള പനീർ കൊടുക്കുമ്പോഴത്തെ വിലയും അത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും. വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ പനീർ അവൈലബിൾ ആണ്. അത് എന്തുമാത്രം നല്ല ക്വാളിറ്റി ആവും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പുതിയ തരം ഒരു അടുപ്പാണല്ലോ. ബയോഗ്യാസിന്റെ അടുപ്പാണ്. ഫാമിലി കണ്ടല്ലോ, ബയോഗ്യാസ് പ്ലാന്റ് കണ്ടല്ലോ. അപ്പൊ ബയോഗ്യാസ് എടുത്തിട്ട് നമ്മുടെ പാചകമൊക്കെ ഇവിടെ നടക്കുന്നത്. ഇത് പുതിയൊരു അറിവുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനത്തെ ഒരു സംഭവം. ബയോഗ്യാസ് അടുപ്പ്, ബയോഗ്യാസ് ആണ്. നമ്മൾ LPG വീട്ടിൽ ഉപയോഗിക്കാറില്ല എന്ന് തന്നെ പറയാം. അതെയാ? അപ്പൊ ഇത് നല്ലൊരു സംഭവമാണ്. നമ്മളവിടെ കണ്ട ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഉള്ള ഗ്യാസ് പൈപ്പ് ലൈൻ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഓ, നല്ല കാര്യം തന്നെ. നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇതിലേക്ക് ആവശ്യമുള്ള പ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പിന്നെ കുറച്ച് സിട്രിക് ആസിഡ് വേണം. ഇതാണോ സിട്രിക് ആസിഡ്? പൗഡർ ആണ്. സിട്രിക് ആസിഡ് പൗഡർ. അപ്പൊ ഒരു 2 ലിറ്റർ പാലിലേക്ക് നമുക്ക് ഏകദേശം 5 ഗ്രാം സിട്രിക് ആസിഡ് ആണ് വേണ്ടി വരിക. അപ്പൊ ബിജു ബയോഗ്യാസിന്റെ സ്റ്റവ് ഓൺ ചെയ്തു. ഇപ്പൊ വരുന്നത് ബയോഗ്യാസ് ആണ്, LPG അല്ല അല്ലേ? ബയോഗ്യാസ് ആണ്. അതിലേക്ക് നമ്മൾ 2 ലിറ്റർ പാലാണ് നമ്മൾ വെക്കുന്നത്. പശുമ്പാല്. ഇതൊരു 80 ഡിഗ്രി ടെമ്പറേച്ചർ വരണം തിളയ്ക്കുമ്പോ. അപ്പൊ ഈ 80 ശരിക്കും പറഞ്ഞു തിളയ്ക്കുന്നതിന് മുൻപുള്ള ഒരു നമ്മൾ 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ വരുമ്പോൾ സിട്രിക് ആസിഡും നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതും ഈ സെയിം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് ഒരു 250 ഗ്രാം മില്ലി വെള്ളം, 250 മില്ലി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 ഗ്രാം സിട്രിക് ആസിഡ്, അതാണ് കണക്ക്. അപ്പൊ 2 ലിറ്റർ പാലിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു 500 മില്ലി വെള്ളത്തിലേക്ക് 5 ഗ്രാം സിട്രിക് ആസിഡ് ആണ് നമ്മൾ ലയിപ്പിച്ചിട്ട് ചൂടാക്കേണ്ടത്. ഇതിപ്പോ നമ്മള് എത്ര ഗ്രാം ഇട്ടു? 5 ഗ്രാമാണ് സിട്രിക് ആസിഡ് എടുത്തത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് അതും ചൂടാക്കാൻ വെക്കുകയാണ്. ഇതും ഒരു 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. ഓക്കെ, 280. അപ്പൊ ഈ ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി എന്തെങ്കിലും മാതൃ? ഓക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ബയോഗ്യാസിൻ്റെ സെറ്റപ്പ് കേട്ടോ. നമ്മൾ പല ആൾക്കാരും ഇത്രയും പൈസ കൊടുത്തിട്ട് ഗ്യാസ് മേടിച്ച് കത്തിക്കുമ്പം ഇങ്ങനൊരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിന്റെ ചെലവ് നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലാന്റിന് ഒരു 4 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവാകുന്നുണ്ട്. അതെയല്ല? ഓ, അപ്പൊ പിന്നെ അത് നടക്കില്ല. ഗ്യാസിന് വേണ്ടിയിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ലാഭകരാവില്ല. നമുക്കിപ്പോ ഈ പിഗ് വേസ്റ്റ് സ്മെല്ലില്ലാതെ മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. സൈഡായിട്ടാണ് നമുക്ക് ഈ ഗ്യാസ് കിട്ടുന്നത്, ഒരു ഉപോൽപ്പന്നം എന്ന് പറയാൻ വേണമെങ്കിൽ. എന്താ പറയുക, വീട്ടുപയോഗത്തിന് ബയോഗ്യാസ് നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ? ലാഭകരമായിരിക്കില്ല. വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാന്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്ലാന്റ്, പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് സബ്സിഡിയുള്ള പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സബ്സിഡി കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെറിയ പ്ലാന്റുകൾ, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ഗ്യാസ് കിട്ടാവുന്ന രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ അത് കുഴപ്പമില്ല. ഒരു പകുതി 50% സബ്സിഡി ഒക്കെ കിട്ടും. അതല്ലേ? ചെറിയ പ്ലാന്റുകളൊക്കെ അതാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ കറക്റ്റ് തന്നെ മെഷർ ചെയ്യണം. കുറച്ച് കയറിയാലും കുറഞ്ഞ വ്യത്യാസം വരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. രണ്ടും ഏകദേശം ഒരു ടെമ്പറേച്ചറിൽ വരണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനാലേ നല്ല പനീറാവുള്ളൂ അല്ലേ? അപ്പൊ ഈ 80 എത്തുമ്പോ നമുക്കിത് നിർത്തിയിട്ട് ഇത് പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ? ഓക്കെ. അതെ, 80 എത്തി. 80 രണ്ടും ഒരേ ടെമ്പറേച്ചറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ഏകദേശം 80 ഡിഗ്രിയോളം ആയിട്ടുണ്ട്. ഓക്കെ, 80 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സിട്രിക് ആസിഡ് പാലിലേക്ക് ഒഴിക്കാം. പാലിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാൽ ഇളക്കണം അല്ലേ? പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പാല് തിരിഞ്ഞ് ഒരു പച്ച കളർ, തിരിഞ്ഞ് വെള്ളത്തിന് ഏകദേശം ഒരു പച്ച കളറ്. നമുക്കിപ്പോ നോക്കിയാൽ കാണാം ശരിക്കും നന്നായിട്ട് പിരിഞ്ഞു. പാല് പിരിഞ്ഞു. പാല് പിരിഞ്ഞ വെള്ളത്തിന് ഒരു ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്.
അതെ, പാല് പിരിഞ്ഞു. പാല് പിരിഞ്ഞു. ഇനി ഇതിൽ വെള്ളം കളഞ്ഞ് നമ്മൾ ഈ പനീർ പ്രസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പണി. ഓക്കെ. ഇതാണ് നമ്മൾ ഈ പനീറിലത്തെ വെള്ളം കളഞ്ഞ് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ഉള്ള ഒരു നമ്മൾ ചെയ്യുന്ന സംഭവം. അപ്പൊ ഇത് വേണം നമുക്ക്. ഇത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമ്മൾ തുണിയിലേക്ക് എടുത്തിട്ട് കിഴി കെട്ടണ പോലെ കെട്ടിയിട്ട് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഷേപ്പ് ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടാൻ ശരി 250 രൂപ 300 രൂപയൊക്കെ വില വരുള്ളൂ. അപ്പൊ പനീർ വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒരു തുണിയിലേക്ക് ഇത് ഒഴിച്ചിട്ട് നല്ല തുണിയിലേക്ക് ഇത് ഒഴിച്ചിട്ട് കെട്ടിയിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ആയി കഴിഞ്ഞാൽ ഇന്ന് വെള്ളം പോകും, നല്ല കട്ടിയായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ. അപ്പൊ തുണി നമ്മൾ ആ ചെറിയ പാത്രത്തിലാക്കി വെച്ചല്ലേ? നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ ആ വെള്ളം വാർന്നു പോകും. ഇത് പിരിഞ്ഞ് ശരിക്കും വെള്ളം പോലെ മാറി വരും. അപ്പൊ വെള്ളമൊക്കെ പോയി അല്ലേ? വെള്ളമൊക്കെ ഊരി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ് ചെയ്യാന്നുള്ളതാണ്. അതിനിങ്ങനെ കുറച്ചും കൂടി ഇതിൽ വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ വെള്ളം മുഴുവൻ ഇതിൽ നിന്ന് കളയാന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ചെറിയ വെയിറ്റ് കയറ്റി വെക്കുക. ഓക്കെ. ഈ വെയിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും പനീർ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എത്ര മണിക്കൂർ വെക്കണം പനീറായിട്ട് വരാൻ വേണ്ടിട്ട്? ഇതൊരു 1-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ പോയിട്ട് നല്ല. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റുമല്ലേ? 2 മണിക്കൂർ സമയം കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള പനീറാണിത്. ഷേപ്പിൽ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ എത്ര ഉണ്ടാവും കിലോ? ഇതൊരു 350-360 ഗ്രാമാണ് സാധാരണ ഉണ്ടാവുക. നമ്മൾ വെയിറ്റ് നോക്കിയിട്ടില്ല. 1 ലിറ്റർ പാലിൽ നിന്ന് ഏകദേശം 180 ഗ്രാം പനീർ കിട്ടും എന്നാണ് പറയാ. പശുവും പാലിൽ നിന്ന്. എരുവും പാലാണെങ്കിൽ കൂടുതൽ കിട്ടും. അതിന് കൊഴുപ്പ് കൂടുതലാണ്. ഇത് പശുവും പാലാകുമ്പോൾ വേറെ കാര്യമുള്ളത് ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരും. പാലാകുമ്പോൾ എരുവും പാലാണെങ്കിൽ നല്ല പ്യൂർ വൈറ്റ് കളർ ആവുന്ന. അപ്പൊ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീട്ടിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് വെച്ചിട്ട് വീട്ടിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക അല്ലേ? അങ്ങനെ നല്ല നല്ല വീഡിയോകൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുക.